നമസ്കാരം. ലൈവ് അറ്റ് 6ലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നോക്കാം. കിഫ്ബി റോഡുകളിലെ ചുങ്കം പിരിക്കുന്നത് യൂസർ ഫീ എന്ന പേരിൽ. നിയമനിർമ്മാണം ഉടൻ. ഇടത് നയത്തിനെതിരല്ലെന്ന് ധനമന്ത്രി. LDF ചർച്ച ചെയ്തെന്ന TP രാമകൃഷ്ണൻ. പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. മുക്കത്ത് ലോഡ്ജ് ജീവനക്കാരിയെ പേടിപ്പിക്കാൻ ശ്രമിച്ച ദൃശ്യങ്ങൾ പുറത്ത്. പ്രതികൾ ഒളിവിൽ തന്നെ. യുവതി ഗുരുതരാവസ്ഥയിൽ. നെന്മാറ ഇരട്ടക്കൊലയിൽ ചെന്താമരയുമായി തെളിവെടുത്തു. കൂസലില്ലാതെ കൊലപാതക രീതി വിശദീകരിച്ച് കൊടും ക്രിമിനൽ. കനാലിന്റെ ഉള്ളിൽ നിങ്ങൾ പോയോ? ഞാൻ പോയി, അപ്പുറത്ത് പോയി. എന്നിട്ടാണ് മല കയറിയത്. ആരും കാണില്ല. ഓവിനുള്ളിൽ എത്ര നേരം കിടന്ന്? ഓവിനുള്ളിൽ കൂടി പോയോ? വെഞ്ഞാറമൂട് യുവതിയുടെ മരണത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ കുടുംബം. തൃപ്പൂണിത്തുറയിലെ 9ാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ സ്കൂളുകൾക്ക് ഗുരുതര വീഴ്ചയെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പരാതി പോലീസിന് നൽകാതെ മറച്ചുവെച്ചെന്ന് തെളിഞ്ഞു. റാഗിംഗ് നടന്നതിന് തെളിവില്ലെന്ന് സ്കൂൾ അധികൃതർ. സ്കൂളിലേക്ക് KSU മാർച്ച്. इनकम टैक्स को कम करके भी हमने मिडिल क्लास की बचत को बढ़ाने का काम किया है. ഭരണ നേട്ടങ്ങൾ നിരത്തിയും അരവിന്ദ് കെജ്രിവാളിനെ ഉന്നം വെച്ചും നന്ദി പ്രമേയ ചർച്ചയ്ക്ക് പ്രധാനമന്ത്രിയുടെ മറുപടി. നരേന്ദ്രമോദി നാളെ കുംഭമേളയ്ക്ക് ത്രിവേണി സംഗമത്തിൽ കുളിക്കും. കുംഭമേളയ്ക്കിടയിലെ അപകടം ലോക്സഭയിൽ ഉയർത്തി അഖിലേഷ് യാദവ്. വിധി എഴുതാൻ തയ്യാറായി ഡൽഹി. നാളെ വോട്ടെടുപ്പ്. 70 മണ്ഡലങ്ങളിൽ. ആത്മവിശ്വാസത്തിൽ പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും AAP. ആരോപണം സമ്മർദ്ദ തന്ത്രമെന്ന് കമ്മീഷൻ. അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടി കടുപ്പിച്ച അമേരിക്ക. 205 ഇന്ത്യക്കാരുമായി സൈനിക വിമാനം ഉടൻ ഡൽഹിയിലെത്തും. സാഹചര്യം വിലയിരുത്തി വിദേശകാര്യ വകുപ്പ്. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കൂട്ടി ചൈനയുടെ തിരിച്ചടി. വിശദമായ വാർത്തകളിലേക്ക്. പ്രതിഷേധങ്ങൾക്കിടയിലും കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട്. ഇതിനായി വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ പ്രത്യേക നിയമം കൊണ്ടുവരും. ടോളിന് പകരം യൂസർ ഫീ എന്ന പേരുപയോഗിച്ച് പണം പിരിക്കാനാണ് നീക്കം. അതേസമയം റോഡ് ഉപയോഗത്തിന് പണം ഈടാക്കാനുള്ള നീക്കത്തിനെതിരെ മുന്നണിക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാണ്. വൻ തുക മുടക്കി പണിയുന്ന കിഫ്ബി റോഡുകളിൽ നിന്നും പണം പിരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു തന്നെയാണ് സർക്കാർ. ടോളിന് പകരം യൂസർ ഫീ എന്ന പേരിലായിരിക്കും പണപ്പിരിവ്. ഇതിനായി നിയമനിർമ്മാണം നടത്തും. വരുന്ന സഭാ സമ്മേളനത്തിൽ തന്നെ ഇത് സംബന്ധിച്ച ബിൽ കൊണ്ടുവരും. കരട് ബിൽ നിയമവകുപ്പിന്റെ പരിഗണനയിലാണ്. ടോൾ ഗേറ്റുകൾ സ്ഥാപിക്കില്ല. ഉപയോഗിക്കുന്ന ദൂരത്തിന് മാത്രം പണം ഈടാക്കാനാണ് നീക്കം. കിഫ്ബി പദ്ധതികളിൽ നിന്നും റവന്യൂ കണ്ടെത്തണമെന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് നീക്കമെന്നാണ് സർക്കാർ വിശദീകരണം. സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ പണപ്പിരിവ് നീക്കം സ്ഥിരീകരിച്ചെങ്കിലും അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്നാണ് വാദം. ടോളുകളൊക്കെ എങ്ങനെയൊക്കെയാ വരിക എന്ന് പറയാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിലും കേരളത്തിന് അനുകൂലമായ ഒരു സമീപനവും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ടാക്സ് എല്ലാം GSTയുടെ ഭാഗമായിട്ട് അവർ പിരിച്ചു കൊണ്ടുപോകാണ്. നമുക്കൊന്നും പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല. അപ്പോൾ കിഫ്ബി കടം വാങ്ങി പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു വികസനത്തിന്. അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളത് അവരുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ഇപ്പൊ തീരുമാനിച്ചു. ടോൾ പിരിക്കുന്നത് ഇടതു നയത്തിന് എതിരല്ലെന്ന് ധനമന്ത്രിയും വാദിക്കുന്നു. നാട്ടിൽ ഡെവലപ്മെന്റ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഒരു സ്ഥലത്തും കൊടുക്കുന്ന സേവനത്തിന് ഒരു ബില്ലും കൊടുക്കരുതെന്നുള്ള സമീപനം ഇടതുപക്ഷത്തിനില്ല. അതെന്തോ തെറ്റിദ്ധാരണ താങ്കൾക്ക് വന്നിട്ടുള്ളതാണ്. ഇടതു നയത്തിൽ ബസ്സിൽ കയറിയാൽ ടിക്കറ്റ് എടുക്കാൻ പാടില്ല, കടയിൽ കയറിയാൽ ബില്ല് ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ഇടതുപക്ഷ നയമല്ല. ഏറ്റവും പരിഗണന അർഹിക്കുന്ന ആളുകൾക്ക് കൊടുക്കണം. പക്ഷെ ഇപ്പോൾ ഇത് സംബന്ധിച്ച് വരുന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല. അതേസമയം ടോൾ പിരിവ് നീക്കം ഇടതുമുന്നണിയിൽ തന്നെ വലിയ കല്ലുകടിയായിട്ടുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് നടന്ന മുന്നണി യോഗത്തിൽ കിഫ്ബി പദ്ധതികളിൽ നിന്നും റവന്യൂ സാധ്യത തേടേണ്ടി വരുമെന്ന കാര്യം മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. ഇതിനപ്പുറം റോഡുകളിൽ നിന്നും പണം പിരിക്കാനുള്ള നീക്കം മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല.
എന്നാൽ മുന്നണിയിൽ ചർച്ച നടന്നെന്ന നിലപാടിലാണ് ഇടതുമുന്നണി കൺവീനർ. ക്യാബിനറ്റിൽ ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടില്ലല്ലോ, വരട്ടെ, ആ സമയത്ത് നമുക്ക് ആലോചിക്കാം. അല്ല അതില്ലേ, അത് പരിശോധിച്ച LDF-നകത്ത് ഈ കാര്യങ്ങളിൽ ആലോചന നടന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതിനെ തന്നെ ആലോചിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വരികയാണ്. കിഫ്ബി വഴിയിൽ നിന്ന് എടുക്കുന്ന ഫണ്ട് അത് സൈറ്റിന്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തുകയാണ്. സർക്കാർ നീക്കം മുന്നണിക്കകത്തും പുറത്തും വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കും. ബ്രൂവറിയിൽ ഇടഞ്ഞു നിൽക്കുന്ന ഘടകകക്ഷികൾ പ്രതിഷേധം പരസ്യമാക്കിയേക്കാം. പ്രതിപക്ഷവും സർക്കാരിനെതിരെ രംഗത്തു വന്നു കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കിഫ്ബി റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭമുണ്ടാകും. സർക്കാരിന്റെ ധൂർത്തും അഴിമതിയും പിൻവാതിൽ നിയമനങ്ങളുമാണ് സംസ്ഥാനത്തെ ധനപ്രതിസന്ധിക്ക് കാരണം. ഇതിനു പുറമെ കിഫ്ബിയിലൂടെ വരുത്തിവെച്ച ബാധ്യതകളും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുവെന്നും VD സതീശൻ വിമർശിച്ചു. കോഴിക്കോട് മുക്കത്ത് ലോഡ്ജ് ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്ത്. യുവതി ഫോണിൽ ഗെയിം കളിക്കുന്നതിനിടെയാണ് അതിക്രമം ഉണ്ടായത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. താമസ സ്ഥലത്ത് മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെയാണ് യുവതിക്ക് നേരെ അതിക്രമമുണ്ടായത്. ലോഡ്ജ് ഉടമ ദേവദാസ്, ജീവനക്കാരായ റിയാസ്, സുരേഷ് എന്നിവരാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. ദേവദാസ് യുവതിയെ കടന്നു പിടിക്കുന്നതും യുവതി കുതറിമാറാൻ ശ്രമിക്കുന്നതും നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഞാൻ അങ്കിളാണ്, പേടിക്കണ്ട. അങ്കിൾ നിന്ന് സംസാരിക്കാൻ ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. ഒച്ചുണ്ടാക്കി നിന്ന് മാനം പോകും. പീഡന ശ്രമത്തിനിടെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയ യുവതി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പ്രതികൾ ഒളിവിലാണെന്നാണ് പോലീസ് വിശദീകരണം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 11:30യോടെയാണ് സംഭവമുണ്ടായത്. മറ്റ് 2 വനിതാ ജീവനക്കാർക്കൊപ്പമാണ് താമസമെങ്കിലും സംഭവ ദിവസം ഇവർ സ്ഥലത്തുണ്ടായിരുന്നില്ല. 3 മാസം മുൻപാണ് യുവതി ലോഡ്ജിൽ ജോലിക്ക് കയറിയത്. സംഭവം നടന്ന് 4 ദിവസമായിട്ടും പ്രതികളെ പിടികൂടാത്തതിൽ വ്യാപക പ്രതിഷേധമുയരുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയായ പെൺകുട്ടിയെ അതിക്രമിക്കുകയും പെൺകുട്ടി കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് മുക്കം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് മനുഷ്യാവകാശ പ്രവർത്തക അഡ്വക്കേറ്റ് ആനന്ദ കനകം ഉദ്ഘാടനം ചെയ്തു. മുക്കം അഭിലാഷ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് സ്റ്റേഷൻ പരിസരത്ത് പോലീസ് തടഞ്ഞതോടെ നേരിയ സംഘർഷമുണ്ടായി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടന്ന പോത്തുണ്ടിയിലെ ബോയൻ കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് തെളിവെടുപ്പ് നടത്തിയത്. സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തിയതും രക്ഷപ്പെട്ടതുമെല്ലാം ചെന്താമര പോലീസിനോട് വിവരിച്ചു. തെല്ലും കുറ്റബോധമില്ലാതെയാണ് സൈക്കോ ക്രിമിനൽ ചെന്താമര പോലീസിനോട് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചത്. 27 വെട്ടുകത്തിയുമായി വീടിനു മുന്നിൽ കാത്തുനിന്ന് ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്ന സുധാകരനെ വെട്ടിവീഴ്ത്തി. സുധാകരനെ വെട്ടുന്നത് കണ്ട് നിലവിളിച്ചോടിയെത്തിയ അമ്മ ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തി. വെട്ടാൻ ഉപയോഗിച്ച കൊടുവാൾ വീട്ടിൽ ഉപേക്ഷിച്ചു. വീടിന്റെ പിൻവശത്തുകൂടി പാടത്തിലൂടെ ഓടി രക്ഷപ്പെട്ടു. ഫോണും സിമ്മും പാടത്തുപേക്ഷിച്ചു. നിങ്ങൾ പോയോ? ഞാൻ പോയി, അപ്പുറത്ത് പോയി. എന്നിട്ടാണ് മല കയറിയത്. അപ്പോൾ ആരും കാണില്ല. ഓവിനുള്ളിൽ എത്ര നേരം കിടന്ന്? ഓവിനുള്ളിൽ കൂടി പോയോ? ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. അതായത് മേലെ കൂടെ അല്ലേ കനാലിൽ വെള്ളം പോയി കളിക്കും. അടിയിൽ കൂടെ ഓവാണ്. അതിൽ വെള്ളമല്ലേ ഇപ്പോൾ വെള്ളം പോയ സമയത്ത് വെള്ളം സമയത്തില്ല. നാട് മുഴുവൻ ചെന്താമരയെ തിരയുമ്പോൾ കൊലപാതകം നടത്തിയ സ്ഥലത്തിന് സമീപത്ത് തന്നെ പ്രതി ഉണ്ടായിരുന്നു. സമീപത്തെ പാടത്തിലെ കനാലിലെ ഓടയിലൂടെ വൈകുന്നേരമാണ് പ്രതി കാടുകയറിയത്. അതിനിടെ ആനയുടെ മുന്നിൽ അകപ്പെട്ടു. ആനയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട ചെന്താമര ഗുഹയിലാണ് ഒളിച്ചിരുന്നത്.
ഡ്രോൺ നിരീക്ഷണവും പോലീസ് തെരച്ചിലുമെല്ലാം പ്രതി ഇവിടെയിരുന്നും കൃത്യമായി നിരീക്ഷിച്ചു. ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് പ്രതിയുമായി പോലീസ് ബോയൻ കോളനിയിലെത്തിയത്. കൊലപാതകം നടന്ന സ്ഥലത്തും ആയുധം സൂക്ഷിച്ച വീട്ടിലും രക്ഷപ്പെട്ട വഴിയിലുമൊക്കെ ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ രോഷം കണക്കിലെടുത്ത് 400ഓളം പോലീസുകാരുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. സമാധാനപരമായി നടന്ന തെളിവെടുപ്പ് അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയായി. സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം. ഇയാള് സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡന്റുകൾ, അതിനുശേഷം അയാൾ വീട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും സിമ്മും മൊബൈലും ഉപേക്ഷിച്ച സ്ഥലവും, അങ്ങനെ കുറെ കാര്യങ്ങൾ, പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും, പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ച സ്ഥലവും, അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കുറെ സാക്ഷികളുണ്ടായിരുന്നു, അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന് തെളിവെടുപ്പ് നടത്തി. ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു. പ്രതി കൊടുവാൾ വാങ്ങിയ എലവഞ്ചേരിയിലെ കടയിലടക്കം നാളെ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. കുറ്റകൃത്യം പുനരാവിഷ്കരിക്കൽ അടക്കം കൃത്യമായ എല്ലാ തെളിവും ശേഖരിച്ച് അന്വേഷണ സംഘം മുന്നോട്ടു പോകുമ്പോൾ ചെന്താമരപ്പേടിയിലായിരുന്ന ഈ നാടിന് തൽക്കാലത്തേക്കെങ്കിലും ആശ്വാസമാണ്. ഇനിയുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്നും പ്രതിക്ക് വധശിക്ഷയുൾപ്പെടെ ഉറപ്പാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനൊപ്പം ഐഷത്തുൽ ഷംന, ന്യൂസ് 18. തിരുവനന്തപുരം വെഞ്ഞാറമൂട് യുവതിയുടെ മരണത്തിൽ ഭർത്തൃ വീട്ടുകാർക്കെതിരെ കുടുംബം. ഭർത്തൃ വീട്ടുകാർ അപവാദ പ്രചരണം നടത്തിയെന്നും മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും മരിച്ച പ്രവീണയുടെ കുടുംബം ആരോപിക്കുന്നു. ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ പ്രതി ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. നെയ്യാറ്റിൻകര കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചത്. ഈ മാസം 7 വരെയാണ് കസ്റ്റഡി. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെയും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയത് ഹരികുമാർ ആണെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഇതിന് പിന്നിലെ കാരണം സംബന്ധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. കഠിനംകുളം കൊലപാതക കേസിലെ പ്രതി ജോൺസൺ ഔസേപ്പിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയാണ് അനുവദിച്ചത്. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും സംഭവസ്ഥലത്ത് ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നതിനുമായി ആണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കേസിൽ കൂടുതൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ജനുവരി 21-നാണ് ആതിരയെ കഠിനംകുളത്തെ വാടക വീട്ടിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയത്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കെതിരെ വാർത്താക്കുറിപ്പ് ഇറക്കി ഗ്ലോബൽ സ്കൂൾ അധികൃതർ. മിഹിർ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും അതുകൊണ്ടാണ് നേരത്തെ പഠിച്ച ജെം സ്കൂളിൽ നിന്നും മാറേണ്ടി വന്നതെന്നും വാർത്താക്കുറിപ്പിൽ ആരോപിക്കുന്നു. അതേസമയം സംഭവത്തിൽ മിഹിർ പഠിച്ച 2 സ്കൂളുകൾക്കും ഗുരുതര വീഴ്ചയെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. തൃപ്പൂണിത്തുറയിൽ ആത്മഹത്യ ചെയ്ത 9ാം ക്ലാസ് വിദ്യാർത്ഥി മിഹിർ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന ആരോപണമാണ് ഗ്ലോബൽ സ്കൂൾ അധികൃതർ വാർത്താക്കുറിപ്പിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. ആത്മഹത്യ ചെയ്തത് സ്കൂളിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, റാഗിംഗ് നടന്നതിന് തെളിവില്ല. മിഹിറിന്റെ മരണശേഷമാണ് റാഗിംഗ് ആരോപണം ഉയർന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റു കുട്ടികൾക്കെതിരെ നടപടിയെടുക്കാനാകില്ലെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നു. ജനുവരി 14-ന് മിഹിർ ഉൾപ്പെടെയുള്ള സംഘം മറ്റൊരു കുട്ടിയെ മർദ്ദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ജനുവരി 15-ന് മിഹിറിന്റെ രക്ഷകർത്താക്കളെ സ്കൂളിലേക്ക് വിളിപ്പിച്ചു. മിഹിറിന്റെ രണ്ടാനച്ഛൻ സ്കൂളിലെത്തിയിരുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്ന് ഉപദേശം നൽകി വിട്ടയക്കുകയായിരുന്നു. തുടർന്ന് അന്നേ ദിവസം സ്കൂളിൽ മിഹിർ സാധാരണ പോലെ പെരുമാറിയെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നതെന്നും സ്കൂൾ അധികൃതർ സൂചിപ്പിക്കുന്നു. ആ ദിവസം വീട്ടിലെത്തിയ ശേഷമാണ് മിഹിർ മരിച്ചത്. സ്കൂളിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല, പകരം വീട്ടിലെ പ്രശ്നങ്ങളാണ് മിഹിറിനെ മരണത്തിലേക്ക് നയിച്ചതെന്ന് പരോക്ഷമായി വാർത്താക്കുറിപ്പിലൂടെ സ്കൂൾ അധികൃതർ പറയാൻ ശ്രമിക്കുന്നു. അതേസമയം ഇരു സ്കൂളുകൾക്കും ഗുരുതര വീഴ്ച സംഭവിച്ചെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. സ്കൂളുകളുടെ ഭാഗത്തുനിന്നും തുടർ നടപടി ഉണ്ടായില്ല. വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ സ്കൂൾ അധികൃതർ ഇടപെട്ടോ എന്ന് പരിശോധിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വ്യക്തമാക്കി. സംഭവത്തിൽ പോക്സോ നിലനിൽക്കുമോ എന്നും പരിശോധിക്കും. സഹപാഠികളുടെ സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ വിവരങ്ങളും PTA മീറ്റിംഗിന്റെ മിനിറ്റ്സും ഹാജരാക്കണമെന്നും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. എറണാകുളം ഗ്ലോബൽ പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി മിഹിർ അഹമ്മദിന്റെ ആത്മഹത്യയിൽ പോലീസ് അന്വേഷണം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് KSU പ്രതിഷേധം. എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു.
എറണാകുളത്ത് CSR ഫണ്ടിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി തട്ടിപ്പ് നടത്തിയത് രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെ എന്ന് സൂചന. കൊച്ചി നഗരമധ്യത്തിലെ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ കോൺഗ്രസ് BJP നേതാക്കൾ സ്ഥിരം സന്ദർശകരെന്ന് ഫ്ളാറ്റ് ജീവനക്കാർ പറയുന്നു. BJP നേതാവ് AN രാധാകൃഷ്ണൻ ഫ്ളാറ്റിൽ സന്ദർശനം നടത്തിയതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. CSR ഫണ്ടിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനിരിക്കെയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്തുവരുന്നത്. അറസ്റ്റിലായ പ്രതി അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത് BJP കോൺഗ്രസ് നേതാക്കളുടെ ഒത്താശയോടെയാണെന്ന ആരോപണം ശക്തമാണ്. ഇത് സ്ഥിരീകരിക്കുന്ന തെളിവുകളും പുറത്തുവന്നിട്ടുണ്ട്. BJP നേതാവ് AN രാധാകൃഷ്ണൻ ഫ്ളാറ്റിൽ വന്നുപോകുന്ന CCTV ദൃശ്യങ്ങൾ ഇതിനകം പുറത്തുവന്നു കഴിഞ്ഞു. AN രാധാകൃഷ്ണൻ ഫ്ളാറ്റിൽ പതിവായി വരാറുണ്ടായിരുന്നുവെന്ന് കെയർടേക്കർ വ്യക്തമാക്കുന്നു. സാറ് ഇടയ്ക്ക് വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. ഒരുപാട് തവണയായിട്ട് വന്നു പോയിട്ടുണ്ട്. ഒരുപാട് തവണയായിട്ടെന്നല്ല, ഒരു ഇടയ്ക്ക് ഇങ്ങനെ വന്നു പോകണം. അല്ലാണ്ട് ഇപ്പം എല്ലാ ദിവസവും വരുമോ അല്ലെങ്കിൽ ആഴ്ച വരുമോ അല്ല അങ്ങ് മാസത്തിൽ വരുമോ അങ്ങനെയൊന്നും ഇല്ലായിട്ടില്ല. ഇടയ്ക്ക് വന്നു പോകുന്നത് കണ്ടിട്ടുണ്ട്. തട്ടിപ്പിന്റെ തുടക്കത്തിൽ സ്കൂട്ടർ വിതരണ ചടങ്ങിൽ ഉദ്ഘാടകരായത് AN രാധാകൃഷ്ണനും ഹൈബിയുടനും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ചിത്രങ്ങൾക്കൊപ്പം സ്വന്തം ചിത്രമുള്ള പോസ്റ്ററുകളും അനന്തകൃഷ്ണൻ പ്രചരിപ്പിച്ചിരുന്നു. കോൺഗ്രസ് നേതാവും ഹൈക്കോടതി അഭിഭാഷകയുമായ ലാലി വിൻസെന്റും ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകരിൽ ഒരാളായിരുന്നു. അഡ്വക്കേറ്റ് ലാലി വിൻസൻ മാഡം വന്നു പോകാറുണ്ട്, ഇടയ്ക്ക് സാറിനെ കാണാനായിട്ട് വരാറുണ്ട്. ഇവർ രണ്ടുപേരുമാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, വണ്ടികളിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഒരുപാട് ആഡംബര വണ്ടികളിലൊക്കെയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ ഹൈക്കോടതി ജംഗ്ഷന് സമീപമുള്ള അശോക അപ്പാർട്ട്മെന്റിലെ 2 ഫ്ളാറ്റുകളാണ് തട്ടിപ്പ് കേസിലെ പ്രതിയായ അനന്തകൃഷ്ണൻ വാടകയ്ക്കെടുത്തിരുന്നത്. അനന്തകൃഷ്ണന്റെ 10ഓളം സ്റ്റാഫുകളും ഈ ഫ്ളാറ്റിൽ താമസിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പോലീസ് പരിശോധനയ്ക്കായി ഫ്ളാറ്റിന്റെ താക്കോൽ എത്തിച്ചു നൽകിയത് ലാലി വിൻസെന്റിന്റെ ബന്ധുവായിരുന്നുവെന്നും സൂചനയുണ്ട്. പെരുമ്പാവൂർ കൂവപ്പടിയിൽ നടന്ന തട്ടിപ്പിൽ സൊസൈറ്റിയുടെ തലപ്പത്തുണ്ടായിരുന്നത് കോൺഗ്രസ് നേതാക്കളായിരുന്നു. റിമാൻഡിലുള്ള പ്രതി അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങാൻ മൂവാറ്റുപുഴ പോലീസും കോതമംഗലം പോലീസും അപേക്ഷ നൽകിയിട്ടുണ്ട്. അതേസമയം അനന്തകൃഷ്ണനെതിരെ കോതമംഗലം പോലീസും കേസെടുത്തു. 6 കോടിയിലധികം രൂപയാണ് കോതമംഗലത്തു നിന്നും പ്രതി തട്ടിയെടുത്തത്. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുക. ന്യൂസ് 18 കൊച്ചി. തൃശൂരിൽ ഇടഞ്ഞ ആനയുടെ കുത്തേറ്റ് ഒരാൾ മരിച്ചു. ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. ബ്രഹ്മകുളം പൈങ്കടിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. ക്ഷേത്രത്തിൽ കച്ചവടത്തിനെത്തിയ ആലപ്പുഴ സ്വദേശി ആനന്ദാണ് മരിച്ചത്. കുളിപ്പിക്കുന്നതിനിടെയാണ് ചുരക്കൽ ഗണേശൻ എന്ന ആന ഇടഞ്ഞത്. ഇടഞ്ഞ ആന ആദ്യം പാപ്പാനെ കുത്തി വീഴ്ത്തി. വിരണ്ടോടുന്നതിനിടയിലാണ് ആനന്ദിന് കുത്തേറ്റത്. ജനവാസ മേഖലയിലൂടെ ഓടിയ ആന ഏറെ പരിഭ്രാന്തി സൃഷ്ടിച്ചു. അക്രമാസക്തനായ ആനയെ 3/4 മണിക്കൂറിന് ശേഷം ഏറെ പരിശ്രമിച്ചാണ് തളച്ചത്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയച്ച അമേരിക്ക. ടെക്സാസിൽ നിന്നും 205 ഇന്ത്യക്കാരുമായി അമേരിക്കൻ വ്യോമസേനാ വിമാനം ഇന്ത്യയിലേക്ക് തിരിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്നും നാട് കടത്തുന്ന ട്രംപിന്റെ പദ്ധതി തുടരുകയാണ്. ഇന്ത്യയിലേക്കുള്ള ആദ്യ വിമാനമാണ് ഇന്ത്യൻ സമയം ഇന്ന് വെളുപ്പിന് 3 മണിക്ക് ടെക്സാസിൽ നിന്നും തിരിച്ചത്. മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിഞ്ഞ 205 ഇന്ത്യൻ പൗരന്മാരാണ് വിമാനത്തിൽ. വിമാനത്തിലുള്ള എല്ലാവരും ഇന്ത്യക്കാർ തന്നെയെന്ന് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഉറപ്പുവരുത്തി. അമേരിക്കൻ വ്യോമസേനയുടെ C-17 ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാണ് ഇന്ത്യക്കാരെ അയക്കുന്നത്. ഈ സൈനിക വിമാനത്തിൽ 205 യാത്രക്കാർക്കായി ഒരു ടോയ്ലറ്റ് മാത്രമാണുള്ളത്. ഇന്ന് രാത്രി വിമാനം ഡൽഹിയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. രേഖകളില്ലാത്ത ഇന്ത്യക്കാരെ സ്വീകരിക്കുമെന്നതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട്. നിലവിൽ അമേരിക്ക തയ്യാറാക്കിയ അനധികൃത കുടിയേറ്റക്കാരുടെ പട്ടികയിൽ 18,000 ഇന്ത്യക്കാരുണ്ട്. രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്ന ഇതര രാജ്യക്കാരെ നാടുകടത്താനുള്ള ട്രംപിന്റെ നയം ശക്തമായി നടപ്പാക്കിയാൽ വരും ദിവസങ്ങളിൽ ഇവരെയും ഇന്ത്യയിലേക്ക് തിരിച്ചയക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
വ്യാപാര യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചൈനയുടെ തിരിച്ചടി. അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ചൈന കൂട്ടി. കൽക്കരിക്കും പ്രകൃതിവാതകത്തിനും 15% ഇറക്കുമതി ചുങ്കമാണ് ഏർപ്പെടുത്തിയത്. അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിലിനും കാർഷിക ഉൽപ്പന്നങ്ങൾക്കും 10% നികുതിയും ചുമത്തി. ഗൂഗിളിനെതിരെ കുത്തക വിരുദ്ധ നിയമങ്ങൾ ലംഘിച്ചതിന് അന്വേഷണവും പ്രഖ്യാപിച്ചു. നേരത്തെ ഡൊണാൾഡ് ട്രംപ് സർക്കാർ വിവിധ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 10% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. ഡൽഹിയിൽ നാളെ വിധിയെഴുത്ത്. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് AAP. അട്ടിമറി BJPയും കണക്കുകൂട്ടുന്നു. AAP ശക്തി കേന്ദ്രങ്ങളിൽ വിള്ളൽ വീഴ്ത്താമെന്ന ശുഭപ്രതീക്ഷയിലാണ് കോൺഗ്രസ്. നിശബ്ദ പ്രചാരണ ദിവസവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ AAPയും കോൺഗ്രസും രംഗത്തെത്തി. അതിശൈത്യത്തിലും ഹൈ വോൾട്ടേജ് പ്രചരണത്തിനാണ് ഒരു മാസത്തോളമായി രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. നാളെ ഡൽഹി പോളിംഗ് ബൂത്തിലെത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. 1,56,00,000 വോട്ടർമാർ, 13,767 പോളിംഗ് സ്റ്റേഷനുകൾ. തെരഞ്ഞെടുപ്പിന് സർവവും സജ്ജം. യമുന നദിയിലെ മാലിന്യങ്ങൾ മുതൽ ബജറ്റിലെ ആദായ നികുതി പരിധി വരെ പ്രചരണ വിഷയങ്ങൾ മാറിമറിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനവിധി എന്താകുമെന്നാണ് ആകാംക്ഷ. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആം ആദ്മി പാർട്ടി. 55 സീറ്റ് നേടുമെന്നാണ് അരവിന്ദ് കെജ്രിവാളിന്റെ കണക്കുകൂട്ടൽ. जैसे महिलाएं एक वोट आम आदमी पार्टी को पड़ रहा है, हर पुरुष का भी एक वोट आम आदमी पार्टी को झाड़ू को पड़ना चाहिए ताकि 60 क्रॉस कर जाएं। अगर सारी महिलाएं लग गई तो 60 सीट आना कोई बड़ी बात नहीं है, 60 के ऊपर आएगी आम आदमी पार्टी की। ये बीजेपी वाले बड़ी उल्टी सीधी बातें कर रहे थे, 3 सीट फंस गई, 3 सीट फंस गई। 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ അധികാരത്തിലെത്താമെന്ന് BJP വിശ്വസിക്കുന്നു. ആം ആദ്മി പാർട്ടിയുടെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ കപടമെന്ന് തെളിയിക്കാനായി തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ പാർലമെന്റിൽ കെജ്രിവാളിനെ ലക്ഷ്യം വെച്ചുള്ള മോദിയുടെ ഒളിയമ്പിലുമുണ്ട് മത്സരച്ചൂടിന്റെ വ്യാപ്തി. आदरणीय सभापति जी, हमने ये जो अलग अलग कदम उठाए उससे लाखों करोड़ रुपए की बचत हुई, लेकिन उन पैसों का उपयोग हमने शीश महल बनाने के लिए नहीं किया. 24 സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് ഫലം സർപ്രൈസ് ആയിരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ ശുഭാപ്തി വിശ്വാസത്തിന് അടിസ്ഥാനവും. हार तो मान ली उन्होंने, कितनी सीटें थी और खुद ही कह रहे हैं कि हमारी आउटर लिमिट 55 है. भाजपा भी लड़ाई से बाहर है, ये दोनों लड़ाई से बाहर है. कांग्रेस पार्टी पूर्ण बहुमत की सरकार बनाने जा रही है. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമായി പ്രവർത്തിക്കുന്നില്ലെന്നും പക്ഷപാതം കാണിക്കുന്നെന്നും AAPയും കോൺഗ്രസും ആവർത്തിച്ചു. എന്നാൽ ഈ വിമർശനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യത്ത് വ്യാജ പേരുകൾ ഉപയോഗിച്ച് വിവിധ സർക്കാർ പദ്ധതികളുടെ ഫണ്ടുകൾ തട്ടിയെടുക്കുന്ന രീതി അവസാനിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയിൽ ജനിക്കാത്തവർ 10 കോടിയോളം പേരുകളാണ് മുമ്പ് ഇതിനായി ഉപയോഗിച്ചത്. ഇത്തരത്തിലുള്ള 10 കോടി തട്ടിപ്പുകാരുടെ പേരുകൾ നീക്കം ചെയ്ത് യഥാർത്ഥ ഗുണഭോക്താക്കളെ അന്വേഷിച്ച് കണ്ടെത്തി അവരെ പദ്ധതി ഗുണഭോക്താക്കളാക്കാൻ കഴിഞ്ഞുവെന്നും മോദി അവകാശപ്പെട്ടു. പാർലമെന്റിൽ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാകുംഭമേളയിൽ പങ്കെടുക്കും. പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിൽ മോദി പുണ്യസ്നാനം നടത്തും. രാവിലെ 11നും 11:30ക്കും ഇടയിലാകും സ്നാനം നടത്തുക. 11:45 മോദി അരയിൽഘട്ടിലേക്ക് മടങ്ങും. കുംഭമേളയിലെ തിക്കിലും തിരക്കിലും 30 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ ശക്തമായി ഉയരുമ്പോഴാണ് മോദിയുടെ സന്ദർശനം. മോദിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി കുംഭമേളയിലെ സുരക്ഷാ വീഴ്ച അഖിലേഷ് യാദവ് ലോക്സഭയിലും ഉയർത്തി. സംസ്ഥാനത്ത് KSRTC ജീവനക്കാരുടെ സമരം തുടരുന്നു. TDFന്റെ നേതൃത്വത്തിലാണ് സമരം. അതേസമയം താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് സർവീസ് നടത്താനുള്ള മാനേജ്മെന്റ് തീരുമാനത്തിനെതിരെ വിവിധയിടങ്ങളിൽ വ്യാപക പ്രതിഷേധമുണ്ടായി. നെടുമങ്ങാട് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി.
സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് നവവത്സര ബമ്പർ ഭാഗ്യക്കുറിയുടെ വിജയികളെ നാളെ അറിയാം. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നറുക്കെടുപ്പ്. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനമായി ഓരോ കോടി രൂപ വീതം 20 പേർക്കും ലഭിക്കും. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റത്. തൊട്ടുപിന്നിൽ തിരുവനന്തപുരം ജില്ലയുമുണ്ട്. 400 രൂപയാണ് ക്രിസ്മസ് നവവത്സര ബമ്പർ ടിക്കറ്റിന്റെ വില. ലൈവ് 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം കാണാം. സകലമാന കേരളം. നമസ്കാരം.